നമസ്കാരം. ഞാൻ വിപിൻ പുത്തൂരത്തെ മാന്യപ്രേക്ഷകർക്ക് പൾസ് മീഡിയ ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാട്ടിലങ്ങാടിയിലെ കേസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇന്നലെ പൾസ് മീഡിയ ഒരു തത്സമയ സംപ്രേഷണം ചെയ്തിരുന്നു. കാട്ടിലങ്ങാടിയിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി, കാട്ടിലങ്ങാടി എത്തിങ്ങാന സ്കൂളിൽ പരീക്ഷ എഴുതുന്നതിനായി വന്ന പെൺകുട്ടി, പരീക്ഷാ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടി കാട്ടിലങ്ങാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ കുട്ടി സ്വയം വന്ന് വെളിപ്പെടുത്തുകയാണ്. ഓടി വന്നുകൊണ്ട് എന്നെ ആരോ വെട്ടിയിരിക്കുന്നു, വെട്ടി പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞ ആ കുട്ടി കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് റോഡിലേക്ക് ഓടി വരുന്നു. ആദ്യം കണ്ട ഒരു ബൈക്കിന് കൈ കാണിക്കുന്നു. ആ ബൈക്കിൽ 3 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ വാഹനം നിർത്തി. ആ സമയം തന്നെ ഈ പെൺകുട്ടി ബോധരഹിതയായി വീണു. ഇത് സമീപവാസികളായ 2 സ്ത്രീകൾ ദൃസാക്ഷികളായി അവർ കണ്ടുകൊണ്ടിരുന്നു. അവരുമായുള്ള അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ ഇന്നലത്തെ പൾസ് മീഡിയ ലൈവിൽ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളാണ് പൾസ് മീഡിയ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പെൺകുട്ടി തന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, എന്നെ വെട്ടി, കാറിൽ വന്നവരാണ് വെട്ടിയത്, അല്ലെങ്കിൽ കാറിൽ നിന്നാണ് വെട്ടിയതെന്ന് പെൺകുട്ടി പറയുന്നത് വ്യക്തമായി കേട്ടു എന്ന ആ 2 സ്ത്രീകളുടെ അഭിപ്രായം ആണ് നമ്മൾ ഇന്നലെ പൾസ് മീഡിയയിലൂടെ അറിയിച്ചത്. അതേ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ചില ആളുകളൊക്കെ വന്നുകൊണ്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. നുണ പ്രചരിപ്പിക്കരുത്, അല്ലെങ്കിൽ പൾസ് മീഡിയ എന്തോ മഹാ അപരാധം ചെയ്യുന്നു, ഇതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന രീതിയിലൊക്കെ ആളുകൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് ഇറങ്ങി പുറപ്പെടുകയുണ്ടായി. അതിൽ നിന്ന് പൾസ് മീഡിയക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഈ പെൺകുട്ടി ആരോ വെട്ടി, കാറിൽ നിന്ന് വന്ന് വെട്ടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ വളരെയധികം ദുരൂഹതയുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ അന്വേഷണം അതിന്റെ പൂർത്തിയായിട്ടില്ല, പരിസമാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൃത്യമായ ഒരു അഭിപ്രായമോ തീരുമാനമോ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ഒരു അന്വേഷണത്തില് പൾസ് മീഡിയക്ക് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, 1:30 മണിക്ക് എത്തിങ്ങാന സ്കൂളിൽ പരീക്ഷ എഴുതേണ്ട കുട്ടി ഏകദേശം 1:45 അവിടെ വന്ന് ബസ് ഇറങ്ങുന്നത്. ബസ് ഇറങ്ങിയ ശേഷം ഈ കുട്ടി സമീപത്തുള്ള ഒരു ഫാൻസി കടയിൽ പോയിട്ട് ആ കടയിൽ നിന്നും ഈ കുട്ടി ബ്ലേഡ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു. അതോടൊപ്പം സമീപത്തുള്ള മറ്റൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഈ പെൺകുട്ടി മുറിവിനുള്ള ഓയിൻമെന്റ് വാങ്ങിക്കുകയുണ്ടായി എന്ന രീതിയിലുള്ള ഒരു വിവരം കൂടി നമുക്ക് കിട്ടുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടിക്ക് എന്തോ മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം, എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാവാം, പരീക്ഷയുമായി ബന്ധപ്പെട്ട പേടികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാം. കുട്ടികൾ, നമുക്കറിയാം, ചെറിയ കുട്ടികൾ, 15ഉം 16ഉം ഒക്കെ വയസ്സുള്ള കുട്ടികൾ മാനസികമായിട്ട് വലിയ പക്വതയുള്ള ആളുകളല്ല. മനസ്സ് ശരിക്കും ഒരു വലിയ ആളെ പോലെ ഒരു ദൃഢമായ മനസ്സൊന്നും അവർക്ക് ഉണ്ടാവില്ല. ചെറിയ ചെറിയ വിഷയങ്ങൾ മതി അവർക്ക് അവരുടെ മനസ്സൊക്കെ നിയന്ത്രണം വിട്ടു പോകാന്. ഇങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ കുട്ടി മുൻകൂട്ടി തയ്യാറെടുത്ത പോലെയാണ്. ഈ പെൺകുട്ടി ആദ്യം പോയിട്ട് ബ്ലേഡ് വാങ്ങുന്നതായിട്ട് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നു, ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. അതുപോലെ ആ കുട്ടി അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പിന്നെ പോവിഡോൺ ഓയിൻമെന്റ്, മുറിവായി കഴിഞ്ഞാൽ ആ മുറിവിന് തേക്കാൻ വേണ്ട ഓയിൻമെന്റ് കുട്ടി മുൻകൂട്ടി വാങ്ങിച്ചിരുന്നു എന്ന വിവരം കൂടി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ചില ഒറ്റപ്പെട്ട കമന്റുകൾ വന്നിടത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ കാട്ടിലങ്ങാടിയിലുള്ള ആളുകൾ മുഴുവൻ, അവിടുത്തെ ജനസാമാന്യം മുഴുവനായിട്ട് മനസ്സിലാക്കിയത് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു. കാട്ടിലങ്ങാടിയിൽ നിന്നും എത്തിങ്ങാനയിലേക്കുള്ള ബൈപ്പാസ് റോഡിൽ വെച്ച് ഏതോ അക്രമികൾ വാഹനത്തിൽ വന്നുകൊണ്ട് പരീക്ഷ എഴുതാൻ പോയ ഒരു പെൺകുട്ടിയെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ അവിടെ മുഴുവൻ വിവരങ്ങൾ വരുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ മീഡിയയ്ക്ക് ഈ വിവരം കിട്ടിയതും നമ്മളവിടെ വന്ന് അന്വേഷിക്കുന്നതും. നമ്മളവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനൊന്നും വ്യക്തത കിട്ടുന്നുണ്ടായിരുന്നില്ല. കണ്ടവരും കേട്ടവരും ഇല്ല. നമ്മളവിടെ കാട്ടിലങ്ങാടി വന്നിട്ട് ഈ ബൈപ്പാസ് റോഡിലുള്ള പല സ്ഥാപനങ്ങളിലും കടകളിലൊക്കെ വന്ന് നമ്മൾ അന്വേഷിക്കേണ്ടായി. അവിടെ ഒന്നും കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ ആരും പറയുന്നില്ല. കൃത്യമായി കണ്ടവരില്ല, ഈ പെൺകുട്ടിയെ കണ്ടവരില്ല, CCTVയിൽ നിന്ന് വ്യക്തമായ ദൃശ്യങ്ങൾ കിട്ടുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചില ആളുകൾ പറഞ്ഞത്, ഈ പെൺകുട്ടി മുറിവേറ്റ് വരുന്ന സമയത്ത് ഒരു ബൈക്ക് തടഞ്ഞു നിർത്തുകയും ആ സമയത്ത് 2 സ്ത്രീകൾ സമീപവാസികൾ അവിടെ ഉണ്ടായിരുന്നു, അവരോട് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടും എന്ന് നമ്മളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരെ ആ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തത്. അപ്പൊ അവർ കൃത്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ പെൺകുട്ടി ഓടി വരുന്നത് ഞങ്ങൾ കണ്ടു,
കഴുത്ത് അമർത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബൈക്ക് അവർ കുട്ടി തടുത്തു നിർത്തി. ബൈക്കിലുള്ള ചെറുപ്പക്കാർ ഇറങ്ങി കുട്ടിയെ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഈ കുട്ടിയെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ആ ഓട്ടോറിക്ഷയിൽ കയറ്റി പറഞ്ഞു വിട്ടു. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ കണ്ടതാണ്. ഈ സമയത്ത് കുട്ടി എന്നെ വെട്ടി, കാറിൽ നിന്നാണ് വെട്ടിയത് എന്ന് ഈ കുട്ടി പറയുന്നത് ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ടു, കേട്ടു എന്ന് ആ രണ്ട് സ്ത്രീകളുടെ വെളിപ്പെടുത്തലാണ് ഇന്നലെ പൾസ് മീഡിയയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയത്. അതിനർത്ഥം പൾസ് മീഡിയ എന്തെങ്കിലും വളച്ചൊടിച്ചു എന്നോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഫാബ്രിക്കേറ്റ് ചെയ്ത് പറഞ്ഞു എന്നുള്ളതല്ല. കാരണം നമുക്ക് അവിടെ ആ സ്ഥലത്ത്, സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ വിവരങ്ങൾ ആണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. എവിടെയും നമ്മൾ പൾസ് മീഡിയയുടെ തത്സമയ സംപ്രേഷണത്തിൽ ഈ കുട്ടിക്ക് വെട്ടേറ്റു എന്നല്ലാതെ, അത് യാഥാർത്ഥ്യമാണല്ലോ, കുട്ടി തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ്. എനിക്ക് വെട്ടേറ്റു, എന്നെ വെട്ടിയിട്ടുണ്ട്, കാറിൽ നിന്നാണ് വെട്ടിയത്. അത് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കണ്ടു നിന്ന, കേട്ടു നിന്ന രണ്ട് സ്ത്രീകളുണ്ട്, അവരുടെ വെളിപ്പെടുത്തലാണ് നമ്മൾ ഇന്നലെ പൾസ് മീഡിയയിലൂടെ നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ചാനല് എന്തെങ്കിലും നുണപ്രചാരണം നടത്തി മോശമായിട്ട് ചിത്രീകരിച്ചു എന്ന രീതിയിലൊക്കെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ എത്തേണ്ടതില്ല. ഈ വിഷയം ഇപ്പോഴും പോലീസ് അന്വേഷണത്തിലാണ്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ റിപ്പോർട്ടുകളും മറ്റുള്ള മെഡിക്കൽ പരിശോധനകളും മറ്റു കാര്യങ്ങളും വിശദമായ അന്വേഷണത്തിന് അവസാനം കൃത്യമായിട്ടൊരു നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരും. കാരണം കൽപ്പകഞ്ചേരി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. എക്കാലത്തും ഏത് കേസുകളും നിമിഷ നേരം കൊണ്ട് എന്നൊക്കെ പറയാം, മണിക്കൂറുകൾക്കുള്ളിലൊക്കെ വളരെ പ്രമാദമായ പല കേസുകളും തെളിയിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള പോലീസ് സേനയാണ് കൽപ്പകഞ്ചേരി പോലീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിഷയം വളരെ നിഷ്പ്രയാസം അവരത് കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമീപ പ്രദേശങ്ങളിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതുകൂടി പ്രേക്ഷകരോട് വെളിപ്പെടുത്തുകയാണ്. ഈ പെൺകുട്ടി 1:30 പരീക്ഷ എഴുതേണ്ട കുട്ടി 1:45 അവിടെ വന്നതെന്നും അതിനുശേഷം ഈ കുട്ടി ഈ മുറിവേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈക്ക് തടഞ്ഞു നിർത്തുകയും അത് ഈ സ്ത്രീകൾ കാണുകയും ഒക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടി ബ്ലേഡ് വാങ്ങിയിരുന്നു, അത് കൈവശമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുറിവായി കഴിഞ്ഞാൽ ആ മുറിവിൽ പുരട്ടുന്നതിനുള്ള ഓയിൻമെന്റും കുട്ടി മുൻപേ വാങ്ങി വെച്ചിരുന്നു എന്ന വിവരങ്ങൾ ഇപ്പൊ നമുക്ക് ചില വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി സ്വയം പരിക്കേൽപ്പിച്ചതാവാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. ആരെങ്കിലും ആ കുട്ടിയെ വെട്ടി എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഇന്നലെ ആ കുട്ടി തന്നെ പറഞ്ഞതാണ്, എന്നെ വെട്ടി പരിക്കേൽപ്പിച്ചു, കാറിൽ നിന്നാണ് വെട്ടിയത്. ആ കാര്യം മാത്രമാണ് ഇന്നലെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഇത് ആ കുട്ടി തന്നെ മുറിവാക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടിക്ക് മാനസിക സമ്മർദ്ദമുണ്ട്, ഡിപ്രഷനുണ്ട്, പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ല. 1:30 എഴുതേണ്ട പരീക്ഷയ്ക്ക് കുട്ടി 15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വന്ന് ബസ് ഇറങ്ങിയിട്ടുള്ളത്. കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവാം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളുടെ ആ ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാവാം കുട്ടി ഒരു പക്ഷേ ഇങ്ങനെ ചെയ്തത് എന്നതിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു പൂർണ്ണമായ വിവരമല്ല. കുട്ടി തന്നെയാണ് ചെയ്തു, കുട്ടിയാണ് ഇത് സ്വയം ചെയ്തതാണ് എന്ന് പൾസ് മീഡിയ പറഞ്ഞു എന്ന് നിങ്ങൾ വിലക്കെടുക്കേണ്ടതില്ല. കാരണം സാധ്യതയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി ബ്ലേഡ് വാങ്ങിച്ചിട്ടുണ്ടെന്നും ഓയിൻമെന്റ് മുൻകൂട്ടി വാങ്ങിച്ചിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു 90% നമുക്ക് മനസ്സിലാക്കേണ്ടത് കുട്ടി സ്വയം ചെയ്തിരിക്കാനാണ് സാധ്യത. എന്നിട്ട് റോഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പിന്നെ ആ ബൈക്കിന് കൈ കാണിച്ചു നിർത്തുകയും ചെറുപ്പക്കാർ ഇറങ്ങി വന്നുകൊണ്ട് ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. കുട്ടി ബോധരഹിതയാവുന്നു. ഇതൊക്കെ രണ്ട് സ്ത്രീകൾ കാണുന്നു. ഇതൊക്കെ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലത്തെ തത്സമയ സംപ്രേഷണത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇന്ന് നമുക്ക് ലഭിച്ച ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. കാരണം നമുക്ക് ആ പ്രദേശത്ത് നിന്നും സമീപത്തു നിന്നും കിട്ടുന്ന വിശ്വസനീയമായ കാര്യങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിലും ആധികാരികമായി ലഭിക്കുന്ന കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്നിട്ടുകൊണ്ടോ അല്ലെങ്കിൽ നുണപ്രചരണം നടത്തുന്നവരോ അല്ല. നമുക്ക് സ്വന്തമായിട്ടൊന്നും പറയേണ്ട ആവശ്യവും സാഹചര്യവുമില്ല. കാരണം പെൺകുട്ടികൾ എല്ലാവർക്കും ഉള്ളതാണ്. എനിക്കും പെൺകുട്ടികളുള്ളതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പെൺകുട്ടികളുള്ള രക്ഷിതാക്കള് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പൊ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ ഏതൊരു അച്ഛനാണെങ്കിലും ഏതൊരു രക്ഷിതാവാണെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൽ ഒന്ന് പടയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ ഈ നാളെ തുടർന്ന് അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ നമ്മൾ ഓരോരുത്തരും ധാർമ്മികമായി നമ്മളൊക്കെ എടുക്കാറുണ്ട്. അതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആ തത്സമയ സംപ്രേഷണം ചെയ്തത്. അത് നിരവധി ആളുകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 50K-ഓളം ഇപ്പോൾ തന്നെ 50,000-ന് മുകളിൽ ആളുകൾ കണ്ടിട്ടുണ്ട്. അതിൽ ചിലരെങ്കിലും പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് ശരിയല്ല, ആ പെൺകുട്ടി സ്വയം ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്നതിലേക്ക് ചെറിയ സൂചനകൾ, അതിനോട് അനുകൂലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ പറയുന്നത് ശരിയാവാനുള്ള സാധ്യത ഇപ്പൊ നമുക്ക്
മനസ്സിലാവുന്നു. നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, പുറത്തിറങ്ങി അതിന്റെ കാര്യങ്ങൾ ആരായുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കുട്ടി തന്നെ ചെയ്തിരിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇനി തെറി പറയാൻ വരുന്നവർക്ക് എന്തും പറയാം, അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുന്നവർക്ക് പറയാം. ഇവിടെ നമ്മളൊന്നും കയ്യിൽ നിന്നിട്ടൊന്നും പറയുന്നില്ല. എല്ലാം നമുക്ക് ആ പ്രദേശത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങളും അവിടെയുള്ള സാധ്യതകളും അവിടുത്തെ സാഹചര്യങ്ങളും അനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അത്രമാത്രമാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ആധികാരികമായിട്ടും ആത്യന്തികമായിട്ടും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതും ഈ വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതും അതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതും പോലീസാണ്, കൽപ്പകഞ്ചേരി പോലീസാണ്. അത് അവർ കൃത്യമായിട്ട് തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ബഹുദൂരം പോലീസ് മുന്നിലെത്തിയിട്ടുണ്ടാകാനാണ് സാധ്യത. കാരണം ഈ വിഷയത്തിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ അറിഞ്ഞ് മനസ്സിലാക്കി. നമുക്ക് ഒരുപക്ഷെ നമുക്കത് ലഭിക്കാനുള്ള സമയമായിട്ടില്ല. അത് പൊതുജനങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കായിട്ട് ആ വിവരം പങ്കുവെക്കേണ്ട സമയം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോലീസിൽ നിന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരങ്ങളും നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് വൈകാതെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനകത്ത് നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും എന്താണ് ഇതിന്റെ യഥാർത്ഥ സാഹചര്യങ്ങളെന്നും പോലീസ് വ്യക്തമാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത് പുറത്തുനിന്ന് വന്നൊരു ഒരു വ്യക്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചതാവാനുള്ള സാധ്യത 90% ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ പെൺകുട്ടി ബ്ലേഡ് വാങ്ങി വെച്ചതും അതുപോലെ മുറിവിൽ തേക്കാനുള്ള ഓയിൻമെന്റ് വാങ്ങിയതിനുമൊക്കെ കൃത്യമായ തെളിവുകൾ നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ അങ്ങനെ വിലയിരുത്തുന്നത്. മാത്രമല്ല ഈ പറയുന്ന സമയത്തൊന്നും തന്നെ ബ്രൗൺ കളറുള്ള ഒരു കാറ് വന്നെന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു കാറ് ഈ പറയുന്ന സ്ഥലത്തിന്റെ മുൻപോ പിൻപോ ഉള്ള ഒരു CCTVയിലൂടെയും കടന്നു പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാർ എന്നത് ഒരു സാങ്കല്പികമായ ഒരു സംഭവമാവാനുള്ള സാധ്യത നമുക്ക് വളരെയധികം തോന്നുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിയെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ചെറിയ കുട്ടികളാണ്. അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മാനസികമായി പക്വതയില്ലാത്തവരാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾ തന്നെ അവരുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കും. പരീക്ഷയോടുള്ള പേടിയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളാവാം, വീട്ടിലുള്ള എന്തെങ്കിലും കാരണങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായ വിഷയങ്ങൾ കൊണ്ടൊക്കെ ആ കുട്ടിയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാവാം ഒരുപക്ഷെ ഈ കുട്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ആ കുട്ടിക്ക് തോന്നിയത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്ക് ആ കുട്ടിയെ ഒട്ടും കുറ്റപ്പെടുത്തിക്കൂടാ. കാരണം ആ കുട്ടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് വേണ്ട കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ ഒരു നല്ല കുട്ടിയെ അതിന്റെ മാനസികാവസ്ഥ ക്ലിയർ ആക്കി കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒരു നല്ല രീതിയിലേക്ക് ഉന്നതിയിലേക്ക് ആ കുട്ടിയെ എത്തിക്കുക എന്നതാണ് നമുക്കൊക്കെ ചെയ്യേണ്ടത്. അതൊക്കെ നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ഒരിക്കലും നമ്മൾ ഇതിനെ കുറ്റകൃത്യമായിട്ടൊന്നും കാണുന്നില്ല. കാരണം നമുക്ക് എല്ലാ മക്കളുണ്ട്, ആർക്കും സംഭവിക്കാം. ഏത് കുട്ടികൾക്കും ഒക്കെ ഏത് സമയത്ത് എന്ത് തോന്നൽ വരും നമുക്കറിയില്ല. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളുടെ മനസ്സിൽ തോന്നുക, ഏത് രീതിയിലാണ് അവർ പോവുക, ഏത് വഴിക്കാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. നമുക്ക് ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക, അത് മാത്രമേ ഉള്ളൂ. മക്കളെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക, അവരോട് നല്ല രീതിയിൽ ഇടപെടുക, അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ ഇടപെടാൻ ശ്രമിക്കുക. രക്ഷിതാക്കൾ എപ്പോഴും ഈ കുട്ടികളുടെ നല്ല സുഹൃത്തായിട്ട് മാറാൻ ശ്രമിക്കുക. നമ്മൾ അവരോട് അരുതരുത് അരുത് എന്നുള്ള അരുതുകൾ മാത്രം പറയാതെ അത് വേണ്ട ഇത് വേണ്ട, അവിടെ പോരുത് ഇവിടെ പോരുത്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കുക എന്ന ഒരു പരിപാടി നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ അവരുടെ നല്ലൊരു സുഹൃത്തായി മാറാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും വീണ്ടും വീണ്ടും പറയുകയാണ്, മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെ കുറ്റപ്പെടുത്താതെ, അവരോട് മോശമായി പെരുമാറാതെ, ദേഷ്യപ്പെടാതെ, അവരുടെ പ്രശ്നങ്ങളും അവരുടെ മാനസിക സംഘർഷങ്ങളും എന്താണെന്ന് നല്ലൊരു സുഹൃത്തിനെ പോലെ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ ഈ വിഷയത്തിൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന ഉറപ്പോടെ തൽക്കാലം ഈ തത്സമയ സംപ്രേഷണം നിർത്തുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, പൾസ് മീഡിയ ഒന്നും ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയുന്നില്ല. നാട്ടിൽ നിന്ന് കിട്ടുന്ന ആധികാരികമായ വിവരങ്ങൾ, വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്നിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊന്നും മറ്റു ചില ചാനലുകളെ പോലെയൊന്നും ഞങ്ങൾ പറയാറില്ല. ചില മുഖ്യധാര മാധ്യമങ്ങളൊക്കെ സ്വയം ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതായിട്ട് നമുക്കറിയാം. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. നമ്മുടെ നാടാണ്, നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ നാട്ടിലെ മക്കള്, പെൺമക്കളുടെ രക്ഷിതാക്കള്, എല്ലാവരുടെയും വികാരം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സത്യസന്ധമായിട്ടാണ് നമ്മളെ വാർത്തകൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വിഷയത്തിൽ എന്താണ് കൃത്യമായിട്ടുള്ള ആ ഒരു നടപടികൾ എന്താണ് ഉണ്ടാവുക, എന്താണ് അതിന്റെ യാഥാർത്ഥ്യ വിവരങ്ങളൊക്കെ നമുക്ക് 2 ദിവസത്തിനകം പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ പഴിചാരിയിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ മേലിലെങ്കിലും ഉണ്ടാകാതെ നമ്മൾ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് തത്സമയ സംപ്രേഷണം അവസാനിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.